കൊടുത്തിട്ടുണ്ട്. എൻ്റെ പേര് ഷെഫീഖ് എന്നാണ്. എൻ്റെ ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിരുന്നത് കാരവനെ കുറിച്ചാണ്. ഇപ്പം മലയാള സിനിമയിൽ ഒരു കാരവൻ പോലും ഇല്ലാത്ത മലയാള സിനിമ ഇല്ല. ഒരു മലയാള സിനിമയിലേക്ക് അഭിവാജ്യമായ ഒരു പ്രധാന ഘടകമായി മാറിയിരിക്കണം ഇപ്പോൾ കാരവൻ. പ്രധാനമായി യൂസ് ചെയ്യുന്നത് ആർട്ടിസ്റ്റുകളാണ്, അതേപോലെ ഡയറക്ടർ അങ്ങനെയുള്ളവരൊക്കെ ആണ് പ്രധാനമായും, പ്രൊഡ്യൂസർ ഒക്കെ യൂസ് ചെയ്യുന്നത്. വാഷ്റൂം പോകാനും റെസ്റ്റ് ചെയ്യാനും അതേപോലെ സ്ക്രിപ്റ്റ് ഡിസ്കഷൻ മറ്റു കാര്യങ്ങൾക്കൊക്കെയാണ് ഇപ്പോൾ പ്രധാനമായിട്ടും കാരവൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കുറേ പേർക്ക് അറിയില്ല ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഞാൻ നിങ്ങൾക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് പരിചയപ്പെടുത്തി തരാം. ഓക്കെ, ചെയ്യാനുള്ള ടേബിള്, ഇവിടെ ഒരു വലിയൊരു കണ്ണാടി കൊടുത്തിട്ടുണ്ട്, ചുറ്റുഭാഗം ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇരുന്നിട്ട് ആണ് മേക്കപ്പ് ആർട്ടിസ്റ്റുകളെല്ലാം മേക്കപ്പ് ചെയ്യുന്ന സ്ഥലം. റെസ്റ്റ് ചെയ്യാനുള്ള സ്ഥലം, കിടക്കാം, ഇരിക്കാം. ഒരു കണ്ണാടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതേപോലെ ഇവിടെ നമുക്ക് ചായ എന്തെങ്കിലും ഉണ്ടാക്കാനും അതേപോലെ തന്നെ മറ്റു സാധനങ്ങൾ വെക്കാനും ഇതിനകത്തൊരു ഫ്രിഡ്ജ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ തണുപ്പിച്ച് കുടിക്കാനും അതിനൊക്കെ ഒരു ഫ്രിഡ്ജ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ 2 കബോർഡും കൊടുത്തിട്ടുണ്ട്. ഇത് സെല്ലുലോയിഡ് എന്ന് പറഞ്ഞ കാരവനാണ്, 2024 മോഡല്. ഇത് ഡബിൾ ഡോർ ആയതുകൊണ്ട് തന്നെ 2 റൂമിലോട്ടുള്ള കണക്ഷൻ ഉണ്ട്. അപ്പോൾ ആ റൂമിൽ ഈ റൂം സെപ്പറേറ്റ് പേഴ്സണലായിട്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഡോറ് ലോക്ക് ചെയ്ത് വെക്കും. അതല്ല ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ഷൻ വേണമെന്നുണ്ടെങ്കിൽ ഈ ഡോറ് തുറന്നിട്ട് നമുക്ക് അപ്പുറത്തേക്ക് പോകാൻ പറ്റും. ആ റൂം കൂടി ഒന്ന് കാണിച്ചു തരാം. ഇപ്പോഴത്തെ റൂം കുറച്ചും കൂടി സ്ഥലം കൂടുതലുണ്ട്. ഒന്നും കൂടി ബെഡായാലും മേക്കപ്പ് ചെയ്യാനുള്ള സൗകര്യങ്ങളായാലും ഒന്നും കൂടി സൗകര്യം കൂടുതലുണ്ട്. TV ഉണ്ട്. അതേപോലെ തന്നെ ഇതിന്റെ വാഷ്റൂം കൊടുത്തിരിക്കുന്നത് ഇവിടെയാണ്. വാഷ്റൂം കൊടുത്തിരിക്കുന്നത് ഈ വാഷ്റൂം ഒന്ന് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഡബിൾ ഡോർ ആയതുകൊണ്ട് തന്നെ ഇവിടെ അടച്ചാല് ഈ റൂമിലോട്ടുള്ള എൻട്രൻസ് ഇവിടെയാണ് വരിക, സെപ്പറേറ്റ് വരും. പിന്നെ ആ റൂമിലോട്ടുള്ള സെപ്പറേറ്റ് എൻട്രൻസ് കാര്യം കൊടുത്തിട്ടുണ്ട്. ഇത്രയൊക്കെയാണ് കാരവന്റെ വിശേഷങ്ങൾ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.